തൃക്കലങ്ങോട് പുലിയുടെ ആക്രമണം 7 ആടുകളെ കടിച്ചു കൊന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. മഞ്ചേരി തൃക്കലങ്ങോട് വന്യജീവി ആക്രമണം 7 വളർത്തു ആടുകളെ കടിച്ചു കൊന്നു. ആടുകളെ കടിച്ചുകൊന്നത് പുലിയാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. ആടുകളെ പിടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഒരാടിനെ പകുതി ഭക്ഷിച്ച നിലയിലാണ്. CCTVയിൽ പുലി നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളും പതിഞ്ഞിട്ടുണ്ട്. കുതിരാടം സ്വദേശി NC കരീമിന്റെ ആടുകളെയാണ് കടിച്ചു കൊന്നത്. വീട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. ഇതോടെയാണ് പുലിയാണെന്ന് സ്ഥിരീകരിച്ചത്. വന്യമൃഗ ആക്രമണം കൂടിയതോടെ പ്രദേശവാസികൾ ഏറെ ഭീതിയിലാണ്. ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തൃക്കലങ്ങോട് ഇറങ്ങിയത് പുലിയാണെന്ന് നിലമ്പൂർ നോർത്ത് DFOയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തൃക്കലങ്ങോട് ഭാഗത്തേക്ക് പുലിയെത്തിയത് ജനങ്ങളെ കൂടുതൽ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. രാവിലെ ഒരു 7 മണിക്ക് സാധാരണ ആടുകൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയാണ്ട് ഇറങ്ങി വരുമ്പോൾ ഈ 2 കൂട്ടിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ കൂട്ടിൽ ചെറിയ ഒരു തള്ളി 2 കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികൾ ഇപ്പോൾ പറഞ്ഞാൽ ഒരാഴ്ചയായിട്ടുള്ളൂ പ്രസവിച്ചിട്ട്. അപ്പോൾ ഐറ്റങ്ങൾക്ക് മുല ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. ഐറ്റങ്ങൾക്ക് അല്ല സ്വന്തം കുടിച്ചില്ല ഐറ്റം അങ്ങനെ. അപ്പോൾ അത് പിടിച്ചു കൊടുത്താണ്ട് ഇങ്ങനെ നിന്നാണ്ട് താഴത്തെ കൂട്ടിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് അവിടെ ആളിങ്ങനെ കിടക്കണുണ്ട്. അപ്പോൾ എന്താ ഇത് സാധാരണ കിടക്കണമായിട്ടുള്ള ഒരു കടത്തല്ലല്ലോ എഴുതിയാണ്ട് നോക്കുമ്പോൾ കുട്ടികൾ 2 ഉണ്ട് അപ്പുറം ഓലും മൂന്ന് കിടക്കുന്നുണ്ട്. അതിൽ ഞാൻ ഒറ്റയടിക്ക് വണ്ടിയാണ്ട് ഇപ്പുറത്തൂടെ വന്ന് നോക്കുമ്പോൾ വലിയ ആടിൻ്റെ പള്ളമെന്നൊരു പകുതി ഭാഗം ഇങ്ങനെ കടിച്ച് തിന്നുകണേ. അപ്പം നോക്കുമ്പോൾ ഇങ്ങേ ഭാഗത്ത് അടുത്ത ഭാഗത്തുള്ള കൂട്ടത്തിൽ നോക്കുമ്പോൾ അതിലുണ്ട് 4 എണ്ണം ഒന്നായിട്ട് കിടക്കണതാണ് കാണുന്നത്. മൊത്തം ഇപ്പം ഒരു കൂട്ടിൽ 4 ആടും ഒരു കൂട്ടിൽ 3 ആടും അങ്ങനെ 7 ആടാണ് ഇപ്പോൾ പോയത്. ഇനിയിപ്പോൾ ഇതിൽ 4 ആടും മറ്റേൽ അവിടെ 2, 3, 5 ആട് അതിൽ വേറെ ഉണ്ട്. ആ 2 കൂട്ടിക്ക് കയറിയിട്ടില്ല. 4 കൂടാണ് മൊത്തം ഇല്ലത്. 2 കൂട്ടിലാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. അവർ അവിടെ സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പോലെ തന്നെയാണ്. കാരണം അപ്പോൾ നമുക്കിത് അപ്പോൾ ഇതിൽ നമുക്ക് കാണാം. അപ്പോൾ രാവിലെ വന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ കാൽപ്പാട് കാണാണ്ട് നമ്മൾ തുണക്കാരൊക്കെ അവിടെ വണ്ടി എന്നാണ് ഓല് നോക്കുമ്പോൾ കാൽപ്പാട് കണ്ട്. അപ്പോൾ പിന്നെയാണ് അപ്പോൾ അവിടെ കാൽപ്പാട് കണ്ട സ്ഥിതിക്കാണ് നമ്മൾ അപ്പോൾ അവിടെ കാൽപ്പാട് കണ്ട സ്ഥിതിക്ക് എന്തായാലും ക്യാമറ ഇപ്പോൾ മതി. കാരണം അവിടെ ആ ലൈനിൽ ക്യാമറ ഉണ്ട്. അങ്ങനെയാണ് ക്യാമറ പോയി ചെക്ക് ചെയ്യണത്. അപ്പോഴാണ് അത് നമ്മൾക്ക് ക്ലിയറായിട്ട് പുലിയാണെന്നുള്ളത് കാണുന്നത്. നമ്മളെ 99% പുലിയാണ്. ഇതിൻ്റെ മുന്നേ ഈ പ്രദേശത്ത് അങ്ങനെ ഇപ്പോൾ ഒരാഴ്ച മുന്നേ ഇപ്പോൾ നമ്മളവിടെ അടുത്ത പ്രദേശത്ത് ഇവിടെ നെല്ലിക്കുന്ന് അറിയും. അവിടെ ഈ ടാപ്പിംഗ് തൊഴിലാളികൾ ഓല് പറഞ്ഞത് എന്തോ സാധനം ഒപ്പം കൂടി പറഞ്ഞിട്ട് അവിടെ 2-3 തോട്ടം വെട്ട് നിർത്തിയിരിക്കണ ഓല്. അപ്പോൾ നമ്മൾ പിന്നെ ആൾക്കാരോട് പറയും നിങ്ങൾ വെറുതെ വെട്ട് നിർത്താൻ വേണ്ടിക്കാണ്ട് പറയിക്കാരെന്നൊക്കെ പറഞ്ഞാണ്ട് ഓലോട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ ടാപ്പിംഗ് തൊഴിലാളികൾ കുറച്ച് ആൾക്കാർ ഇപ്പോൾ വെട്ടണില്ല അവിടെ. അപ്പോൾ ഓല് പറഞ്ഞത് ഇങ്ങനെ എന്തോ ഓലൊപ്പം കൂടി എന്നാണ് പറഞ്ഞത്. ഓല് പറഞ്ഞത് കരടിയാണ് കാരണം നമ്മളോട് അങ്ങനെയൊക്കെ പറഞ്ഞു. പന്നി സ്ഥിരമുണ്ട്. അത് പന്നിയും കുരങ്ങും അത് ഇഷ്ടം പോലെ ഉണ്ട്. A+ വിഷൻ മഞ്ചേരി. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര. 12 ഡിഗ്രി കോഴ്സുകളും 4 PG കോഴ്സുകളും, കമ്പ്യൂട്ടർ ലാബ്, ഡിജിറ്റൽ സ്റ്റുഡിയോ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ്, BCA ലാബ്, ഫിസിക്സ് ലാബ്, സൈക്കോളജി ലാബ്, ലൈബ്രറി എന്നിവയും BCom, BBAയോടൊപ്പം ACCA, CMA US തുടങ്ങിയ കോഴ്സുകളും. ACCAയിൽ 9 പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു. ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ CMA, ടാലി ഇന്റർനാഷണൽ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, IATA തുടങ്ങിയവയ്ക്ക് 100% പ്ലേസ്മെന്റും ഉറപ്പു നൽകുന്നു. ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, TTC, B.Ed കോഴ്സുകളും, LKG മുതൽ 4 വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം, +1-ന് VHSC ഉൾപ്പെടെ 16 ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ. വിശാലമായ ഓഡിറ്റോറിയം, പ്ലേ ഗ്രൗണ്ട്, ലേഡീസ് ഹോസ്റ്റൽ, ബസ് സൗകര്യവും. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര.